ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഹാലക്ഷ്മി സീരിയലിലെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മഞ്ജും സാഗറും കൂടി വരുമ്പോഴേക്കും രണ്ടുപേരും അനുഗ്രഹിച്ച് വിടുന്നില്ല. നിങ്ങൾ ആദ്യം നന്നായിട്ട് ജീവിച്ച് കാണിക്കുക, അതിനുശേഷം തീരുമാനിക്കാം അനുഗ്രഹിക്കണോ വേണ്ടിയോ എന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ ഞാൻ ഏട്ടനെയും കൂടി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു അകത്തേക്ക് പോവാണ്. കണ്ണനും പറയണത് അതേ ഡയലോഗ് തന്നെയാണ്. എനിക്ക് ഇവനോട് ഒരിക്കലും ക്ഷമിക്കാൻ സാധിക്കില്ല. നിനക്കറിയാലോ മഞ്ജു, മഹാലക്ഷ്മി എല്ലാവരോടും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ആരോട് ശത്രുതയില്ല, വൈരാഗ്യമില്ല. പക്ഷെ ഇവനോട് മാത്രം അവൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള കാരണം ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ, ഏട്ടാ എനിക്കെല്ലാം അറിയാം, പക്ഷേ ഇപ്പൊ മുമ്പത്തെ പോലെയല്ല സാഗരേട്ടൻ ഇപ്പൊ ആകെ മാറി. ഇപ്പോ സാഗരേട്ടന് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്, പ്രണയമാണ്. അത് നിന്റെ സമ്പത്ത് കണ്ടിട്ട് മാത്രമാണ്. മേഘനാഥനെ പോലെ മറ്റൊരുത്തൻ, അങ്ങനെ മാത്രമേ എനിക്ക് ഇവനെ കാണാൻ സാധിക്കുള്ളൂ. നിന്റെ സമ്പത്ത് നിനക്ക് കിട്ടില്ലെന്ന് അറിയുമ്പോൾ ഇവനും മേഘനാഥനെ പോലെ നിന്നോട് പെരുമാറും, നിന്നെ ഇട്ടേച്ചും പോകുവൻ എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയണ്ടേ, ഇല്ല ഏട്ടാ, ഏട്ടൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സാഗർ അങ്ങനെയല്ല, സാഗറിന്റെ പ്രണയം യഥാർത്ഥ പ്രണയം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സാഗറിന്റെ കൂടെ ഒളിച്ചോടി പോയത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതെ മഞ്ജു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, നിനക്ക് എടുത്തുചാട്ടം വളരെ കൂടുതലാണ്. മേഘനാഥന്റെ വിവാഹം വേണ്ട എന്ന് ഞാനും അതുപോലെ തന്നെ മഹാലക്ഷ്മി പറഞ്ഞപ്പോൾ നീ ധിക്കരിച്ചു മേഘനാഥനെ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെയാണ് നീ ഇവിടെയും ചെയ്തത്. ഏട്ടാ എനിക്കൊരു പ്രാവശ്യം ഒരു തെറ്റുപറ്റി, അപ്പോൾ അങ്ങനെയുള്ള ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ആ തെറ്റിലേക്ക് പോകുന്ന ഏട്ടന് തോന്നുന്നുണ്ടോ? ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് സാഗരേട്ടന്റെ കൂടെ ഇറങ്ങി പോകാന്നുള്ള തീരുമാനം. ഞാൻ എങ്ങാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. നിന്റെ കഴുത്തിൽ ഇവൻ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറയണ്ടേ, ഏട്ടാ ഏട്ടനും ഏടത്തി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് ആര് സമ്മതിച്ചില്ലെങ്കിലും എന്റെ കഴുത്തിൽ ഇനി ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് സാഗർ മാത്രമായിരിക്കും ഞാൻ ഉറപ്പിച്ചതാണ്. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി നന്നായിട്ട് ജീവിച്ച് കാണിക്കുക, എന്നിട്ട് തീരുമാനിക്കാൻ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ പറഞ്ഞു വിടാണ് കണ്ണൻ കേട്ടോ. ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് മഞ്ജും അതുപോലെ തന്നെ സാഗറും കൂടിയിട്ട്. അവര് വീട് തുറന്ന് വാതിലിൽ അകത്ത് കയറാൻ പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ മഞ്ജുവിന്റെ അമ്മ വരുവാണ്. എടി എന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. പെട്ടെന്ന് തന്നെ സാഗർ ആകപ്പാടെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം അവര് ഇടിവെട്ട് പോലെയാണ് വരുന്നത്. മഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാനാണോ എന്നൊരു ടെൻഷൻ സാഗറിനുണ്ട്. എടുത്ത വായിക്ക് അവര് ചോദിക്കേണ്ടത്, എടി നിനക്ക് നാണൂലടി ഇവന്റെ കൂടെ പോകാനായിട്ട്? നിനക്ക് എങ്ങനെ തോന്നി? നീ ഇത്ര അധംപതിച്ചു പോയോടി? നിനക്ക് ലോകത്ത് വേറെ ഒരു ആണും ഇല്ലാണ്ടാണോടി ഇവന്റെ കൂടെ പോയത്? ഇവനെ കുറിച്ച് നിനക്കറിയാവുന്നതാണ്, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് നീ ഇവന്റെ കൂടെ പോയത്? നിന്റെ സമ്പത്ത് മാത്രം സ്നേഹിച്ചിട്ടാടി ഇവൻ നിന്റെ കൂടെ വന്നത്. നാളൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് ഇവന്റെ ഇറങ്ങിപ്പോകും എന്ന് പറയാണ്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അയ്യോ ആന്റിയെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആരാണ് നിന്റെ ആന്റിയാന്നോ? നിനക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത്? നോക്ക്, എന്നെ അങ്ങനെ വിളിക്കാൻ ഒരാൾക്ക് മാത്രം അർഹതയുള്ളൂ, അതിന്റെ മേഘനാഥനെയാണ്, എന്റെ മഞ്ജുവിന്റെ ഭർത്താവായിട്ട് അവനെ തന്നെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് എന്ന് പറയുമ്പോഴേക്കും മഞ്ജു പറഞ്ഞ അമ്മക്ക് നാണമില്ലേമേ? ആ മേഘനാഥൻ എന്നെ എത്രമാത്രം ചതിച്ചു. ചെറുപ്പം തൊട്ട് അയാളെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക ഞാൻ, എന്നിട്ട് എന്നെ ചതിച്ചിട്ട് അയാള് പല പെണ്ണുങ്ങളെ പുറകെ പോയത്. അങ്ങനത്തെ ഒരാളെ എനിക്കിനി വേണ്ടമേ. എന്തായാലും അതുപോലെയൊന്നുമല്ല എന്റെ സാഗരേട്ടൻ എന്ന് മഞ്ജു പറയുമ്പോഴേക്കും അവളുടെ ഒരു സാഗരേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് അമ്മ നമ്മുടെ സാഗറിന്റെ മുഖത്തേക്ക്. സാഗറിനെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ മഞ്ജുവിന്റെ അമ്മയല്ലേ, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. മഞ്ജുവിനെ വല്ലാത്ത വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നത്, അമ്മ എന്താ അമ്മ ചെയ്തത്? ഞാൻ അടിച്ചല്ലേ ഉള്ളൂ. ശരിക്കും എന്റെ കരണക്കുറ്റി നോക്കി അടിക്കല്ല വേണ്ടത്, ഇവരെ കൊന്നു കളയാ വേണ്ടത്. എന്ത് ചെയ്യാനാ? നിന്റെ ഏട്ടന്മാർക്ക് നട്ടലില്ലാതെ പോയി. കണ്ണനാണെങ്കിൽ വീൽ ചെയർ ഇരിക്കാണ്, പിന്നെ ഉണ്ണി അവൻ അതിനുള്ള കഴിവുമില്ല. എല്ലാ നല്ല തണ്ടും തടിയുള്ള ഏട്ടന്മാരാണ് നിനക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവനെ ജീവനോടെ വെച്ചേക്കില്ലായിരുന്നു, കൊന്നു കുഴിച്ചു മുടിയാനെ. ഈ തണ്ടും തടിയും നമ്മ ഉദ്ദേശിക്കണ ആരെയാണ്? ഈ മേഘനാഥനെ പോലത്തെ സ്വഭാവമുള്ളവരെയാണ്. അതിനേക്കാൾ നല്ലത് ശാന്തശീലരായിട്ടുള്ള സ്വഭാവമാണ് എന്റെ കണ്ണേട്ടനെ പോലെ. എല്ലാ ഏട്ടന്മാരും എന്റെ കണ്ണേട്ടനെ കണ്ടുപഠിക്കണം. എന്നിട്ട് നിന്റെ കണ്ണേട്ടനെ എന്ത് ചെയ്തടി? നിന്നെ കൊണ്ടുപോയോ? നിന്നെ അവിടെ നിന്നെ വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ലല്ലോ, എന്നെ വിളിച്ചതാണ്. സാഗറിന്റെ കൂടെ പോയതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ കണ്ണേട്ടനുള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, കണ്ണേട്ടന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹം മാത്രമേ കണ്ണേട്ടനുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണേട്ടൻ ഞങ്ങളെ അന്വേഷിച്ചു വരും. അവളുടെ ഒരു കണ്ണേട്ടൻ, ഒന്ന് പോടി അവിടെ നിന്ന്, നീ ഒന്ന് ജീവിച്ച് കാണിക്കും ഇവന്റെ കൂടെ, അപ്പൊ വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ പോണത് മേഘനാഥന്റെ അടുത്തേക്കാണ്. എടാ നിനക്ക് കുറച്ചെങ്കിലും നാണുണ്ടോ? മഞ്ജുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരുത്തിനായിട്ട് ബന്ധമുണ്ടെന്ന് നിനക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നീ ഞങ്ങളെ അറിയിക്കേണ്ടിയിരുന്നില്ലേ? അല്ലെങ്കിൽ അവളെ വീട്ടിൽ അടച്ചു പൂട്ടി ഇടണമായിരുന്നു. എന്റെ ആന്റി അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു സമയമാണോ?
ഒന്നത്തെ കാര്യം അച്ഛൻ ഹോസ്പിറ്റലായിട്ട് ICUലും വെന്റിലേറ്ററിലായിട്ട് മാറി മാറി കിടക്കാണ്. അവിടെയാണ് എന്റെ ശ്രദ്ധ പോയത്. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പോയില്ലേ സാഗറിന്റെ കൂടെ. നീ അവളുടെ സ്വത്തുക്കളൊന്നും ഇനി മോഹിക്കേ വേണ്ട. കാരണം അവളെ കല്യാണം കഴിക്കുന്നത് ആരാണോ അവന്റെ പേരിലും അവളുടെ പേരിലും അവർക്ക് ജനിക്കാമെന്ന കുഞ്ഞിന്റെ പേരിൽ മാത്രമേ കണ്ണൻ സ്വത്തുക്കൾ എഴുതി വെക്കുള്ളൂ. അവള് പറഞ്ഞിരിക്കണ ഈ സ്വത്തുക്കളെ വേണ്ടെന്നാ പറഞ്ഞിരിക്കണത്. എന്തായാലും അവളുടെ സ്വത്തുക്കൾ ഇനി നിനക്ക് കിട്ടാൻ പോണില്ല. കാരണം എന്താണെന്നറിയാമോ? മഞ്ജു ഒരിക്കലും ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ലടാ. അത് തന്നെയാ കാരണം. നീ ഇങ്ങനെ വായം പൊളിച്ച് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നോ. എന്തായാലും എന്റെ മോൾക്കും സ്വത്ത് കിട്ടാൻ പോണില്ല, നിനക്കും കിട്ടാൻ പോണില്ല. എന്ത് ചെയ്യാനാ? എല്ലാം എന്റെ തലവിധി. പിന്നെ വീട്ടിലൊരെണ്ണുണ്ട് ഉണ്ണി, അവനും ഒന്നും കിട്ടില്ല. എല്ലാം കണ്ണനും മഹാലക്ഷ്മി തന്നെ തിന്നു തീർക്കാനാ ചാൻസ്. എല്ലാം ചെയ്തത് വെറുതെ ആയിപ്പോയി. വെറുതെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. എടാ നിനക്ക് എന്റെ മോളെ ചതിക്കാൻ എങ്ങനെ തോന്നിയടാ? അയ്യോ ആന്റി എന്നെ സംശയിക്കല്ലേ, ഞാൻ അവളെ ചതിച്ചിട്ടില്ല. ദേ മേഘ, എന്നോട് നീ കള്ളം പറയണ്ട. പിന്നെ ആ സാഗറിനെക്കാളും നല്ലത് നീയാണെന്ന് വെച്ചിട്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ മോളെ ചതിച്ച് നിന്റെ മുഖടിച്ച് പൊട്ടിച്ചാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകുവാട്ടോ. വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഇവരുടെ സംസാരം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മഞ്ജു എന്നാലും സാഗറിന്റെ കൂടെ പോയി മേഘേട്ടൻ എന്ത് നല്ലതായിരുന്നു എന്നൊക്കെ കരുണയും ഉണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കണത് കലിതുള്ളി മഹാലക്ഷ്മി പറയുന്നുണ്ട്, മേഘൻ എത്ര നല്ല ആളാണെന്ന് നീ പറഞ്ഞത് അത്ര നല്ല ആളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാണുണ്ടോടി നിനക്ക് ഇങ്ങനെ പറയാനിട്ട്? അന്നേ ചെറുപ്പത്തിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിനെ സ്നേഹിച്ചു, അതിനുശേഷം അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവൾ ഉപേക്ഷിച്ചു. അതാണ് നല്ല സ്വഭാവം നീ പറയണത്. അത് മാത്രല്ല, മാനസ മാത്രല്ല അയാൾക്ക് ഭാര്യയായിട്ടുള്ളത്. വേറെ ഏതൊക്കെയോ ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെയാണ് നിന്റെ ഉത്തമമായ പുരുഷൻ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, നിന്റെ ഭർത്താവ് ഈ ഉണ്ണി ഇതുപോലെ നടക്കുന്ന ഒരുത്തനാണെങ്കിൽ നീ സമ്മതിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മഞ്ജു ചെയ്തോളൂ. പിന്നെ മഞ്ജു ചെയ്യണതിനകത്ത് ഫുള്ളായിട്ട് ഞാൻ ന്യായീകരിക്കണില്ല. അവൾ സാഗറിന്റെ കൂടെ പോയത് തെറ്റ് തന്നെയാണ്. അവൾക്ക് ഇങ്ങോട്ട് വരായിരുന്നു വേണമെങ്കിൽ. അതിനാ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഹാലക്ഷ്മി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് ഇവരുടെ സംസാരം കേട്ട് നമ്മുടെ കണ്ണൻ ഇങ്ങനെ കാലിങ്ങനെ, നമ്മൾ സംസാരിക്കുമ്പോൾ കാലിങ്ങനെ ചലിപ്പിക്കില്ലേ, അതുപോലെ പതുക്കെ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ പെട്ടെന്നാണ് കരുണയുടെ നോട്ടം അങ്ങോട്ടേക്ക് പോണത്. കരുണ നോക്കുമ്പോഴേക്കും ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ കാലിങ്ങനെ ചലിപ്പിക്കുക കേട്ടോ. കരുണ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഹാലക്ഷ്മി പെട്ടെന്ന് കരുണ നോക്കുന്നത് എങ്ങോട്ടേക്കാണ് നോക്കുമ്പോൾ കണ്ണന്റെ കാലിലേക്ക് തന്നെയാണ് കരുണ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാലക്ഷ്മിക്ക് കാര്യം മനസ്സിലായി, കരുണക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി കരുണയുടെ മുഖത്ത് നോക്കുമ്പോൾ കരുണ പതുക്കെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കാണ്. അയാളുടെ കാല് ശ്രദ്ധിക്കുന്നത് പറയാണ്. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി കണ്ണനെ പതുക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കാല് ശ്രദ്ധിക്കുക എന്ന രീതിയിൽ. കണ്ണൻ വീണ്ടും ഒന്നറിയാത്ത പോലെ അവിടെ ഇരിക്കുകയാണ്. കരുണക്ക് നല്ല സംശയമുണ്ട് അയാള് കാലനക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കരുണ ഈ സംഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്തും ഉണ്ണിയുടെ അടുത്തും പറയുന്നുണ്ട്, അയാള് കാലനക്കിയമേ, ഞാൻ ശരിക്കും കണ്ടതാണ്. നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ കയ്യും കാലൊക്കെ ഇങ്ങനെ ചലിപ്പിക്കില്ലേ, അതുപോലെ അയാളും ചലിപ്പിക്കുന്നുണ്ട്. അയാളുടെ ഇടതുകാല് മാത്രമല്ല വലതുകാലിനും സ്വാധീനമുണ്ട്. ഇനി ആർക്കറിയാം അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന്. നമ്മുടെ മുമ്പിൽ അഭിനയിക്കായിരിക്കും വേണമെങ്കിൽ അയാള്. അങ്ങനെ അഭിനയിക്കാനൊക്കെ പറ്റുമോ? എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആള് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ എഴുന്നേറ്റ് നടക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അമ്മ എന്താ പറഞ്ഞിട്ടായി പറയണത്? അയാൾക്ക്, എനിക്ക് തോന്നുന്നു അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും വിട്ടികളാക്കാണ് അയാള്. ഒരു സാഹചര്യം വരും, അന്ന് അയാളുടെ ഈ മുഖം മൂടി ഞാൻ വലിച്ച് പറിച്ച് കളയുന്നുണ്ട്. എന്തായാലും അയാളുടെ കാലുകൾക്ക് സ്വാധീനമുണ്ട്. രണ്ട് കാലുകൾ സ്വാധീനിക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട്. അതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, സ്വപ്നമൊന്നുമല്ല. ഇതിനു മുമ്പ് ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്റെ കണ്ണുകൾ ഫുള്ളും അയാളുടെ കാലുകളിൽ തന്നെയാണ്. അയാൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചെടുത്ത് എന്ന് കരുണ പറയാണ്. അങ്ങനെ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.